ബാക്ക് ടു മൈ ചാനൽ. നാളെ അവൾക്ക് നിന്നോട് ഉറപ്പായിരിക്കും. ഏത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ യൂണിഫോം ആടാ ഇത്? അവള് വെറുത്ത സമയത്ത് നീ ഹോട്ടൽ മാനേജർ പഠിക്കാൻ പോയ അണ്ണാമല യൂണിവേഴ്സിറ്റി പഠിച്ചവനെ. ഈ ലോകത്ത് അവൾ കണ്ട ഏറ്റവും വൃത്തികെട്ടവൻ നീ ആണാണെന്ന് എഴുതട്ടെ എന്നാ. കരുതട്ടെ. വെറുക്കപ്പെട്ടവനെ. എന്നടാ വയ്യേ, എന്നടാ ചുണ്ണി കുറുമ്പ് അടിച്ചാ. ഇവരുടെ കഴക്കൂട്ടിനുള്ളിൽ ചിക്കനും ബീഫും കഴിച്ച പെരേര ഒടുക്കത്തെ വളിവിടലാണ്. ഇന്നാളെ പെരേര പോയി സ്ഥലത്ത് പോയാണ്. ചിക്കന് ബീഫ് അങ്ങനെ മട്ടൺ അങ്ങനെ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പെരേര വളിവിടലോടെ വളിവിടലാണ്. താൻ അതിന്റെ ഇടയ്ക്ക് ഇത് മണക്കാൻ പോയോ? ഒടുക്കത്തെ വളിവിടലാണ്. തനിക്ക് ഇതും മണത്ത് നടപ്പാണോ പണി? ഒടുക്കത്തെ വളിവിടലാണ്. പെരേര വളരുന്ന സഹിക്കാൻ പറ്റുള്ളതെന്ന് തോന്നുന്നു. ഇന്നാളെ പെരേര പോയി സ്ഥലത്ത് പോയാണ്. കണ്ടവനെ വാളിയും മണത്ത് നടക്കേ. അങ്ങനെ പറയണ നമ്മള്. കോട്ടയം ചങ്ങനാശ്ശേരിയിലുള്ള ശ്രുതി അനിൽ അറിയുന്നതിനെ മേലാൽ എന്നോട് കളിക്കരുത്. കളി അറിയാവുന്നവന്റെ കൂടെ പോയി കളിക്ക്. മേലാൽ എന്നോട് കളിക്കരുത്. ഇവല്ല പറമ്പിലോ കാട്ടിലോ പോയി കളിക്ക്. അത് അങ്ങനെ ഒരു കിളി പോയവൻ. ക്ലാസ്സിൽ പോ മക്കളെ. മക്കളെ ക്ലാസ്സിലൊക്കെ പോകണ്ടടാ. ചിന്നാടന്റെ ലോറിയിൽ സ്പിരിറ്റ് കടത്തുന്നതിന് ഈ സ്പിരിറ്റ് പഠനത്തിലെ കൂടി കാണിക്കണം കേട്ടോ. എന്റെ മെക്കെട്ടങ്ങനെ കേറിയണ്ടല്ലോ. കൊച്ചു കുട്ടിയായതുകൊണ്ട് ഞാൻ മെക്കിട്ടൊന്നും കയറുന്നില്ല. ടീച്ചേഴ്സിനോട് പൊതുജന താല്പര്യാർത്ഥം പെട്ടെന്ന് തന്നെ സ്കൂൾ തുറക്കുക. സ്കൂൾ അധികൃതർ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അംഗനവാടി മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂളൊക്കെ വേഗം തുറക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ കൊറോണകൾ കാണേണ്ടി വരും. അതിനോടെ ചുണ്ടിന്റെ കാര്യത്തിലുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ. എന്റെ പുറകെ നിൽക്കുന്ന ആ സിംഗിൾ ഇൻഡിക്കേറ്റർ ഉള്ളവൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. കഥാപ്രസംഗം പറഞ്ഞു കളിക്കുന്ന രണ്ടും കൂടി. അവിടുന്ന് ഇറങ്ങി വന്ന പുള്ളി ഒരു നിമിഷത്തേക്ക് ഇതെന്ത് പറയും, ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്, മാറിക്കളയാ. എടാ നിനക്ക് ഭയങ്കര കഴിവൊക്കെ ഉണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. ശരി, എവിടെയാണ് കാണിക്കേണ്ടത്, എവിടെ വെച്ചാണ് കാണിക്കേണ്ടതെന്നുള്ളൊരു ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക. ഇവനത് സംസാരിക്കാൻ കഴിവില്ലെന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് സെന്റിമെന്റ്സ് നടക്കരുത്. ഉള്ളതുള്ളതുപോലെ പറയണ്ടേ. നീ വെടിയോ? നീയാടെ വെടി? ഞങ്ങളാരും വെടിയൊന്നുമല്ല. ഗംഭീരമായിരുന്നു. വെസ്റ്റേൺ സിംഗർ, നല്ലൊരു വെസ്റ്റേൺ സിംഗറിനെ ആദ്യമായിട്ട്. വെസ്റ്റേൺ സിംഗറാ? വെസ്റ്റേൺ സിംഗർ, നല്ലൊരു വെസ്റ്റേൺ സിംഗറിനെ ആരാണ് ഇതൊക്കെ ചെയ്തോളുന്നത്? ആദ്യമായിട്ടാണ് വേദിയിൽ കാണുന്നത്, ഇത്ര അടുത്ത് കാണുന്നത്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഞാൻ എന്നേക്കുമായി ഇൻസ്റ്റ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി വരില്ല. ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പോലെ ചേട്ടാ, ചേട്ടൻ ആരാന്നെങ്കിലും പറഞ്ഞിട്ട് പോ. എന്താണ് പ്രശ്നം? എന്താണ് ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത്? എന്തിനാടോ പോവേ? ഷൂസും ബെൽറ്റും ടൈ ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വന്നു വെച്ചും ഫോട്ടോ എടുത്തിട്ടും പറയുവാണ്. എന്താ വയ്യേ? ഇനി ഇവന്റെ ചുണ്ട അങ്ങനെ ഇരിക്കണാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ക്യൂട്ട്നെസ് കാണിച്ചാണോ ഇങ്ങനെ വെച്ചിട്ട്? ഇവന്റെ മുഖം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എന്നെ തെറി വിളിച്ചതിന് ആൾക്കാര്. എന്നോട് അപ്പടി എഡിറ്റിംഗ് ആണല്ലോ. എന്നാ ഒരു എഡിറ്റിംഗ് സ്കില്ലാടോ പോയേ. എസ്തഫാൻ, എന്റെ സെൽഫാൻ. ഇനിയൊരു മടക്കയാത്ര ഇല്ലെങ്കിൽ ഒന്ന് മനസ്സ് കുമ്പസരിച്ച് കൊണച്ച് ശുദ്ധമാക്കി പോയിക്കൂടെ? ഫാദർ, നെടുമ്പള്ളി വെളുത്തുള്ളി. ചെയ്ത പാപങ്ങൾക്കല്ലേ കുമ്പസരിക്കുക. എസ്തഫാനെ ഊമ്പിക്കോ. ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. ലൂസിഫർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
സ്റ്റീഫൻ നെടുമ്പള്ളി സ്റ്റീഫൻ കൊടംപുളി. ഈ ചെറുക്കന് വയ്യ, ഇവന് വയ്യാത്ത ചെറുക്കനാ. കൊറേശി എബ്രഹാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കളിയാക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, അവനെ കൊണ്ട് ആവുന്ന രീതിയിൽ അവൻ തൊലിച്ചു വെച്ചിട്ടുണ്ട്. ഒടുക്കത്തെ വളിവിടലാണ്. നമസ്തേ, എല്ലാവർക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐഡന്റിറ്റി കാർഡ് എനിക്ക് യൂട്യൂബർ, ബാങ്ക്, SBI ബാങ്ക്, സെൻട്രൽ ബാങ്ക്, ഇസാഫ്, സ്റ്റേറ്റ് ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഹിജാദി. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താത്താങ്ങളെ കൊടുന്ന കണ്ണാടി വെക്കുന്നല്ലേ, എല്ലാരും കണ്ണാടി വെക്കുന്നല്ലേ? ഒരു ബസ് ഉണ്ടായിട്ടും നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോ ആയിക്കോട്ടെ. ഒരു ബസ് ഞാൻ കണ്ടോ എന്താ ലോറി പിടിച്ചിട്ടാ നമ്മൾ ഈ സാധനം ഇത്രയും കാലി വരുന്ന പറയുന്നല്ലോ. നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഉണ്ടല്ലോ ആയിക്കോട്ടെ. നിങ്ങൾ എടുക്കാൻ പാടില്ലായിരുന്നു, പറഞ്ഞോ. ഈ വണ്ടി ഇത്രയും കാലിയ വരുന്നത്, ഇത് കണ്ടോ, ഈ ബസ് കാലിയ വരുന്ന അറിയോ? അപ്പൊ നിങ്ങൾ അതില്ല, ആയിക്കോട്ടെ. നിങ്ങൾ വരില്ല. എന്റെ സുഹൃത്തെ, ചേച്ചി, ഞാനാരും അറിയാം. നമ്മൾ രാവിലെ സാധനം ഓടിക്കുന്നത് അതൊന്നല്ല, നിങ്ങളങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ. ഈ പ്രൈവറ്റ് ബസ് ഓടിക്കുന്നവർക്ക് ഒരു ഡിഗ്രിയെങ്കിലും വേണം കേട്ടോ. ഇത്രയും വിവരമില്ലാത്തമാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ട്രിപ്പിന് പൈസ കൊടുത്താൽ ട്രിപ്പിന്റെ പൈസ എന്തിന്, എവിടുന്ന് വേദന കേൾക്കാം? ഒരു വ്യക്തി ഓട്ടോയിൽ കയറണം, ബസ്സിൽ കയറണം, ട്രെയിനിൽ കയറാം എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അതിനകത്ത് കയറി ബസ്സിൽ കയറി പോകണം, ബസ് കാലിയാണ്, അതുകൊണ്ട് എന്തോന്നാണ് ഇതൊക്കെ? ബസ്സുകാർ മാത്രം ഓടിയാൽ മതി, ഓട്ടക്കാരും ജീവിക്കാൻ വേണ്ടിയല്ല ഓടുന്നത്. ഇവനൊക്കെ ഏത് നാട്ടുകാരനാണ്? ഇവന്റെയൊക്കെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ വല്ല കാറും ബൈക്കും മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുമല്ലോ, ബസ് ഓടണമെന്ന് പറഞ്ഞ്. എന്തോന്നറിയ ഇതൊക്കെ? ഒഴുകി നടന്ന കൊടുമ്പല്ലി അന്നലറി വിളിച്ച പൊരുത്തനുമില്ലെന്നറിഞ്ഞപ്പോ ഞാൻ മിണ്ടാണ്ടായ നന്നായി. നീ മിണ്ടരുത്. എന്തിനാ മിണ്ടിട്ട്? നല്ലൊരു നാളെയെ കാത്തിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കാണാണ്ടായി. ഞങ്ങള് വയ്യാണ്ടായി. വല്ലവനും വന്ന് വിലയിരുത്തുന്ന കാണുമ്പോ ഞാനങ്ങ് വല്ലാണ്ടായി. ബാക്കി കുറച്ചു നേരം അവിടെ ഇരുന്ന് പാട്, റെസ്റ്റ് എടുക്കും. സ്വയം ദ്രോഹി സ്വയം എന്നെ തന്നെ ഇല്ലാണ്ടായി. മുറുക്കാനാണോ ചവയ്ക്കുന്നേ? രക്തം കൊണ്ട് ഞാൻ എഴുതിയ വരി ചന്ദനം മണക്കില്ല. മണക്കുന്ന ഒരുത്തനുണ്ട് കാണാ. വളിവിടലോടെ വളിവിടലാണ്. കരുത്ത ക്ഷത്രിയനല്ല ശക്തനല്ലെന്ന സങ്കടം എനിക്കില്ല. ലിറിക്സ് ഇങ്ങോട്ട്, പെങ്ങൾ ഇങ്ങോട്ട്, ചുണ്ട അങ്ങോട്ട്, പല്ലിങ്ങോട്ട്. മുഴുത്ത ചക്ക വീണപ്പ ചത്ത മൊയല് കൊമ്പുകൾ എനിക്കില്ല. ഈ പിത്ത തടിയിൽ കത്തിക്കേറിയാലും പൊട്ടിക്കരയില്ല. ഒന്നും അറിയത്തില്ല, മനസ്സിലായ മൊബൈലിന്റെ മുന്നേ പരിവർത്തന കാണിക്കന്മാര് ഒന്നും അറിയുന്നില്ലോ. ഞാനിന്ന് മരിച്ചു 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 മണ്ണടിഞ്ഞവന ഹരിച്ചു കുണിച്ചു കെണിച്ചു വീണ്ടും എഴുന്നേറ്റ് വന്നോ. വന്നിട്ട് കണക്കുകളൊക്കെ പിഴക്കുന്നല്ലോട. അരിച്ചു കുണിച്ച് കെണിച്ചു ഹരിച്ചു കുണിച്ചു കെണിച്ചു കോണച്ച് പിഴക്കുന്നല്ലോട. ബാക്കി കുറച്ച് ഗ്യാസ് വിട്ടിട്ട് പാട്. വളിവിടലോടെ വളിവിടലാണ്. ഇനി ഒരു കെലിമാകില്ലൊരു ഭാരം പോയങ്ങ് ചാവുന്നതാണല്ലോ ഭേദം. ഞാനൊക്കെ ചത്ത ആർക്കെന്ത് ഛേദം. ഒരു യാതൊരു സന്തോഷം. അവന്റെ കാര്യം ആയിസൊടുങ്ങുമ്പോൾ 1000 പേരും. അപ്പുറത്തെ കണ്ട് തുണി മുക്കി വെച്ചിട്ട് ഇപ്പുറത്തെ റീൽസ് അമ്മ ഇപ്പൊ വിളിക്കും. ബാക്കി അരിഞ്ഞു തീർക്കടി. ഞാൻ ഇന്ന് തൂങ്ങിച്ചാവും. സാറിന്റെ പേര് ഞാൻ എഴുതും, ഉറപ്പാ. തൂങ്ങിച്ചാവാനാ? എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. ഇന്ന് വായിക്കാൻ സാറിന്റെ പേര് ഞാൻ ഉറപ്പാ. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. കൊച്ചു ഡ്രൈവിംഗ് പഠിച്ച് ടെസ്റ്റ് എഴുതിയിട്ട് കൊച്ചിന് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയില്ല, ഫെയിലായിപ്പോയി. അതിന് പറയാ ഞാൻ തൂങ്ങിച്ചാവുന്നു. കൂട്ടത്തില് താങ്ങാനായിട്ട് അച്ഛനും കൂടി ഉള്ളത് കാരണം നിസാരൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാണ്ട് വന്നപ്പോഴേക്കും തൂങ്ങിച്ചാവുന്നൊക്കെ പറഞ്ഞ ടീംസ് ഒക്കെ എന്തോന്ന് ഇവരൊക്കെ പഠിച്ചു വെക്കുന്നു. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കും. കൊണ്ടുനടന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവർ കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ല. ഡ്രൈവിംഗ് ഒക്കെ നിസ്സാരമായിട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലുള്ളവർക്കൊക്കെ ലൈസൻസ് കൊടുത്ത് ഞാൻ നാളെ റോട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമുണ്ട്. ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ട് മര്യാദക്ക് ഓടിക്കാൻ അറിയാൻ പാടാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവിടെ ഒരുത്തി തൂങ്ങിച്ചാവുന്നു. ഡ്രൈവിംഗ് പഠിച്ച് പാസ്സായാൽ കിട്ടും.
കണ്ടെത്തി കണ്ടെത്തി. പൂത്ത് നിക്കണം. പിന്നെ കാണാനേ തോന്നണില്ല. പൂത്തലഞ്ഞ് വയ്യാതായി. തൊട്ടപ്പോ ഷോക്കടിച്ചു. ആ പൂ വെസ്റ്റേൺ സിംഗർ, നല്ലൊരു വെസ്റ്റേൺ സിംഗറിനെ ആരാടാ ഇത് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടത്? മിന്നൽവള സോങ് പാടുമോ ബ്രോ? ബ്രോന്റെ സൗണ്ട് പെർഫെക്റ്റ് ആയിരിക്കും. എടാ കമന്റ് ഇട്ടവനെ എന്റെ കൈ കിട്ടും. കൊണ്ടത് ഉച്ചക്ക് വളയല്ല, വളിവിടലോടെ വളിവിടലാണ്, ഒടുക്കത്തെ വളിവിടൽ. പോർഷയല്ല പോർഷയല്ല നസ്ലൻ, ഇറ്റ് ഇസ് പോർഷ. അയ്യോടാ എവിടുന്നാണോ മോള് വന്നേ? പ്രൊനൗൺസിയേഷൻ കിങ് ആണോ നീ? ഇറ്റ് ഇസ് നോട്ട് പോർഷെ. പോർഷയല്ല, ഇറ്റ്സ് പോർഷ. നെസ് അടിക്കാൻ നോക്കിയതാ. പോർഷെ അല്ല നെസ്ലിൻ, ഇറ്റ്സ് പോർഷ. കാറിന്റെ പ്രൊനൗൺസിയേഷൻ അറിയണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കും. പറച്ചിട്ട് സ്വന്തമായിട്ട് പോർഷ ഉള്ളൊരുത്തിയാണോ? ഇറ്റ് ഇസ് നോട്ട് പോർഷ. എന്തിനാ ഈ പട്ടിഷോ? പോർഷയല്ല നസ്ലൻ. പലരും പലതാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ചിലര് പോർഷെ, ചിലര് പോർഷ, ചിലര് പോർഷ്. ഇറ്റ് ഇസ് നോട്ട് പോർഷെ. ഇവൾക്കെന്നാ വയ്യേ? പോർഷ. അവന്റെ പേര് പോലും അവള് മര്യാദക്കല്ല പ്രൊനൗൺസ് ചെയ്യുന്നത്, എന്നിട്ടാണ് അവള് പോർഷേനെ പറയാൻ വന്നേക്കുന്നത്. അങ്ങനെ പറയാം പട്ടിഷോ ആണ് ഞങ്ങള്. ഒന്നും അറിയത്തില്ല, മനസ്സിലായ? മൊബൈലിന്റെ മുന്നേ പരിവർത്തനം കാണിക്കാം. നമ്മുടെ നാടൻ പാല്, ഇത് നമ്മുടെ പാക്കറ്റ് പാല്. ഒട്ടുമിക്ക ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു നാടൻ പാല് ഈ ഒരു പാക്കറ്റ് പാലിനേക്കാളും ഹെൽത്തി ആണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിപ്പോൾ ആര് പറയുന്നതാ വിശ്വസിക്കണ്ടേ? എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കറന്ന പാല് അതിനൊരു ചെറിയ ചൂടുണ്ടാവും, അത് അതുപോലെ കുടിക്കുന്നതാണ് ഏറ്റവും ഗുണമെന്ന്. പിന്നെ ചിലർ പറയുന്നു തിളപ്പിച്ചാറ്റിയത് വേണം കുടിക്കാൻ. ഇപ്പോൾ വേറെ സന്ദേശം പറയുകയാണ് അതല്ല കുടിക്കേണ്ടത്. അതേസമയം ഈ പാക്കറ്റ് പാൽ എന്ന് പറയുന്നത് പേസ്ചറൈസ്ഡ് മിൽക്കാണ്. ഇതൊരു ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് ബാക്ടീരിയാസിനെ എല്ലാം കില്ല് ചെയ്തതിനു ശേഷം പാക്ക് ചെയ്യുന്ന ഒരു മിൽക്കാണ്. നിങ്ങളൊക്കെ ആദ്യം ഒരു വട്ടമേശ സമ്മേളനം കൂടും, എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ എത്ത്. ഇതിപ്പോൾ ഇതിൻ്റെ കാര്യം മാത്രമല്ല, ജിം ട്രെയിനേഴ്സ്, അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡ്, നിങ്ങളെല്ലാവരും ഒരു വട്ടമേശ സമ്മേളനം കൂടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പലരും പലതാണ് പറയുന്നത്. ഇത് ആര് പറയുന്നത് കേൾക്കണ്ടേ? നമസ്തേ. നമസ്തേ. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ ആശംസകൾ. പെരി അൽഫാമോ? ചമ്മി പോയാ? എന്നതാണ് പറഞ്ഞത്? ഒന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പെരുന്നാൾ ആശംസകൾ. വളിവിടലോടെ വളിവിടലാണ്. പെരുന്നാൾ ആശംസ. വളിവിടലോടെ വളിവിടലാണ്. കുട്ടിക്കാലം തൊട്ട് ഏത് വീട്ടിൽ പോയാലും നമ്മളെ വീട്ടിൽ ഈ ഓണം പിന്നെ ഇലയിട്ട് കഴിക്കുന്ന ഏത് ഫംഗ്ഷന് പോയാലും ഇല ഇങ്ങനെ ഇടണം, ഇങ്ങനെ എന്തോ ഇട്ട് കഴിഞ്ഞാൽ പറയും ഇലയിട്ട് നോക്കുന്നു പറയും. സത്യം. അവിടെ നിൽക്കുന്ന എല്ലാം കൂടെ കൂടി ഇരുന്ന് കളിയാക്കുക, ഇല തിരിഞ്ഞു പോയി, ഇവന് ഇലയിട അറിഞ്ഞൂടാ, എന്ത് ഇങ്ങനെ ഇടിയിപ്പിക്കുക. എന്തോ ഒരു അഴുക്ക തീട്ടം ഇവിടെ വിളമ്പണം, അങ്ങനെ കുറേ മൈലുകൾ അവിടെ എവിടെ നിന്ന് പല അഭിപ്രായങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവും. ഈ സെയിം സാധനം ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എന്തോ വലിയ സംഭവം പോലെയാണ് ഇതൊന്നും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പക്ഷെ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഈ ഇല എങ്ങനെ ഇടണം, ഏത് മതം, ഏത് കൊതം, ഇതൊന്നും ചിന്തിക്കാതെ ജീവിക്കുന്നവരാണ് മെജോറിറ്റി ഓഫ് ആൾക്കാർ കേട്ടോ. ഞാൻ പറയുന്നത് വളരെ ചുരുക്കം ചില മൈലുകൾ മാത്രമേ ഉള്ളൂ. ഇലയ്ക്ക് വേണ്ടി ഇങ്ങനെ മറ്റുള്ളവരെ കളിയാക്കി ഷെയിം ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടോ? ഇത് എങ്ങനെ ഇട്ടാൽ എന്താ, കഴിച്ചാൽ പോരെ. ഈ ഭാഗത്താണ് ഫുഡ് ഇട്ട് കഴിക്കാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ പറന്നു പോണ കാക്ക തൂറിയ വശം ഇതാകുന്നു. ഇപ്പോഴും സ്റ്റീൽ പ്ലേറ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പറയുകയാണെങ്കിൽ ഇപ്പൊ ശാസ്ത്രീയ വശമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ട ശേഷം കഴിക്കുക. പുള്ളി പറഞ്ഞായിട്ട് എനിക്കിപ്പോ തോന്നുന്നു ഇങ്ങനെ ഇടുന്നതാണ് ഏറ്റവും നല്ലതാണ്. ഈ സാധനമൊക്കെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ അങ്ങ് ഊമ്പിക്കൊടു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കഴിക്കാനുള്ളതെന്ന് ആ മറ്റു വാണങ്ങളോടെങ്കിലും ഇനി വീട്ടിലായിരുന്നാലും നാട്ടിലായിരുന്നാലും ഫംഗ്ഷൻ ആയിരുന്നാലും കാലിൻ്റെ ഇടയിലായിരുന്നാലും കാക്കത്തൂറിയ ഭാഗം അത് അടിയിൽ പോകും. അപ്പോഴാണ് മനസ്സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ ശാസ്ത്രം, മുട്ടശാസ്ത്രം. അതിനും കൂടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇടാം കേട്ടോ. നമുക്ക് എങ്ങനെ വേണേ വെച്ച് കഴിക്കാം, ഒരു കുഴപ്പമില്ല. കറക്കി ഇങ്ങനെ കൊണ്ടുവരാം, ഇതിങ്ങനെ കഴിക്കാം. അപ്പോൾ ബൈ. ആക്ച്വലി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന വളരെ ചുരുക്കം ആളുകളോട് അല്ല പറയാനുള്ളത്. എന്നെ ഇഷ്ടമല്ലാത്ത ഗ്രീൻ ഹൗസ് ഒന്ന് മുടിഞ്ഞു പോട്ടെ എന്ന് ആഗ്രഹിക്കുന്ന അനേകായിരം ആളുകളോടാണ് പറയുന്നത്. അയ്യോ
ഞാൻ ആക്ച്വലി നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു മുടിഞ്ഞ തൊലഞ്ഞു പോയ സിറ്റുവേഷനിൽ എത്തി നിൽപ്പുണ്ട്. ഗ്രീൻ ഹൗസിന് വർക്കില്ല, എനിക്ക് പണിയെടുക്കാൻ പണി സാധനങ്ങളില്ല. സെന്റിമെന്റൽ അപ്രോച്ച് മേടിച്ച് റീച്ച് ഉണ്ടാക്കാൻ നോക്കുകയാണ് മുന്നേ. അതുപോലെ സ്വന്തം ബന്ധങ്ങളില്ല, രക്തബന്ധങ്ങളില്ല. ഈ കൊണോണ നോക്കാണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് മര്യാദ പണി ചെയ്താൽ പോലെ എനിക്ക്. എന്റെ അച്ഛനോട് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അച്ഛൻ എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു പുള്ളി ചളാന്ന് വെച്ചോണ്ടിരിക്കുക ചുമ്മാ. കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാം. ഓക്കെ, അങ്ങനെ ആവട്ടെ. അടുത്ത നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്ന എന്നെ അവള് ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എന്താ കാരണം എന്നറിയത്തില്ല. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എനിക്ക് അവളില്ലാതെ ഒറ്റയ്ക്ക് പറ്റത്തില്ല. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് പറ്റാത്തോണ്ട. നിനക്ക് പറ്റാത്തതിന്റെ അല്ല, നിനക്ക് കിട്ടാത്തതിന്റെയാ. ഹലോ, ഹരിയല്ലേ? അല്ല പറ. രേഷ്മ എന്നെ തേച്ച്. ആരാണ് ഇവനെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കുന്നേ? സാരയില്ലടാ സ്പൈഡർമാനെ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ചെയ്ത് നോക്കണം. ഓക്കെ. വിശ്വാസിക്കും യുക്തിവാദിക്കും ഇത് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ബബിൾക്കം കഴിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? ബബിൾക്കം കഴിക്കുന്ന ആൾക്കാർ ബബിൾക്കായിരുന്നല്ലേ അത്? ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്ത് വീട്ടിൽ വെച്ചിരിക്കണം. അത് നിങ്ങൾ കഴിക്കുന്ന എപ്പോഴൊക്കെയാണോ ബബിൾക്കം കഴിക്കുന്നത് ആ സമയത്തൊക്കെ നിങ്ങൾ ബബിൾക്കം കഴിച്ചു കഴിഞ്ഞ ശേഷം ഇതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ തുപ്പിയിടാം. ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതിലൊക്കെ വെറുതെ ഇരിക്കത്തില്ലേ, ആ സമയത്ത് ഇത് ഒന്നുകിൽ ഒരു പീസ് എടുക്കുക, അല്ലെങ്കിൽ 2 or 3 മുഴുവനായിട്ടോ എടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിച്ചോണ്ടിരിക്കുക കേട്ടാ. എൻ്റെ ഒരു 10 സെക്കൻഡ് പോയി, നിങ്ങളുടെയും പോട്ടെ ഒരു 10 സെക്കൻഡ്. KP കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ KP കുഞ്ഞൻ. ഒരുപാട് പണ്ണല്ലേ ഇതെന്താടാ ഇങ്ങനെ ഇരിക്കുന്നു. അല്ല, അടുത്ത വീട് നോക്കാം. നമസ്തേ, എല്ലാവർക്കും എന്റെ വിഷുദിന ആശംസകൾ നേരുന്നു. എന്റെ വിഷു ഒക്കെ കഴിഞ്ഞടേ. ആകപ്പാടെ ഒരെണ്ണം മാത്രമേ ജീവനോടുള്ളൂ, ബാക്കിയെല്ലാം പാടിപ്പോയി. അതിനെങ്കിലും ഒന്ന് വെറുതെ വിടൂ, കാല് പിടിക്കാം. പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പ് കിട്ടേക്കുന്നു തോന്നുന്നു. നമുക്ക് ഏതായാലും നമ്മുടെ അവസാനത്തെ വീടിലേക്ക് പോകാം. കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പറ്റത്, കണ്ണീരല്ലമ്മ വെള്ളല്ലേ കട്ടത്, കരയല്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ നീണ്ടു മണക്കും കടലിൽ കണ്ടാൽ. ജിബിൻ ജിജി ഡേവിഡ് എന്നാണ് പേര്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. കീപ് ഗോയിങ്. മുഴുവൻ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട്. ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.